വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും പാസാക്കുന്നതിനാവശ്യമായ ഭൂരിപക്ഷം പാർലമെന്റിൽ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ബി.ജെ.പി. അതീവ ശക്തമാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ നിരയിലെ പാർട്ടികളെ പിളർത്തിയതിന് പിന്നാലെ എൻ.സി.പിയിലാണ് ഇപ്പോൾ ബി.ജെ.പി. കണ്ണുവച്ചിരിക്കുന്നത്. എൻ.സി.പി. രണ്ട് വിഭാഗങ്ങളെയും ലയിപ്പിച്ച് ഒറ്റ പാർട്ടിയായി എൻ.ഡി.എ സഖ്യത്തിന്റെ ഭാഗമാക്കാമെന്ന നിർദ്ദേശമാണ് ബി.ജെ.പി. നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. രണ്ട് വിഭാഗങ്ങളും ലയിക്കാൻ തയ്യാറായാൽ ഇരുപക്ഷത്തെയും അധികാര സമവാക്യങ്ങൾ സന്തുലിതമാക്കാൻ രണ്ട് കേന്ദ്ര ക്യാബിനറ്റ് പദവികൾ ബി.ജെ.പി. നേതൃത്വം വാഗ്ദാനം ചെയ്തതായിട്ടാണ് വിവരം. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വാർത്ത പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. സുനേത്ര പവാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തിനും ശരത് പവാറിന്റെ എൻ.സി.പി. വിഭാഗത്തിനും ഒരേ ക്യാബിനറ്റ് പദവി വീതം ലഭിക്കും. എം.പിമാരെ അടർത്തി ബി.ജെ.പിയിൽ ലയിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എൻ.സി.പി. ഒരു കക്ഷിയായി മുന്നണിയിൽ എത്തുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് ബി.ജെ.പി. കരുതുന്നത്. മഹാരാഷ്ട്രയിൽ മറാഠി ബ്രാഹ്മണേതര വോട്ടുകൾ ഏകീകരിക്കാൻ എൻ.സി.പി. ഒരു പ്രത്യേക കക്ഷിയായി തുടരുന്നത് നല്ലതാകും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും ബി.ജെ.പിയുടെ ലയന നീക്ക പദ്ധതിക്ക് ഇതുവരെ ഒരു അന്തിമ രൂപമായിട്ടില്ല. സുനേത്ര പവാറും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും തമ്മിലുള്ള ആഭ്യന്തര തർക്കമാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാരണം. അതേസമയം മഹിളാ സംവരണ മണ്ഡല പുനർനിർണയ ബില്ലുകളിൽ ബി.ജെ.പിക്ക് അനുകൂലമായി എൻ.സി.പി. വോട്ട് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾക്ക് ഇതുവരെയും ഒരു സ്ഥിരീകരണമില്ല, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു വിവരം കിട്ടിയിട്ടില്ല. ശരത് പവാറിന്റെ മകളും എം.പിയുമായ സുപ്രിയ സുലെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെ തള്ളുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ത്യ മുന്നണിയിൽ എൻ.സി.പി. നിൽക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്ര മന്ത്രി പദവി, രണ്ട് മന്ത്രി പദവിയാണ് ഇപ്പോൾ നൽകാൻ വേണ്ടി ബി.ജെ.പി. തയ്യാറെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബി.ജെ.പിയുടെ ഓഫറിൽ എൻ.സി.പി. വീഴുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരത് പവാർ ഇത്രനാളും മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ സംബന്ധിച്ചും ജനങ്ങൾ അതിനെ എങ്ങനെ തെരഞ്ഞെടുക്കും എന്നതിനെ സംബന്ധിച്ചും ഒക്കെ ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ ബി.ജെ.പി. അണിയറയിൽ തിരക്കിട്ട ചർച്ചകളും നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കാരണം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ പാർലമെന്റിൽ ബി.ജെ.പിക്ക് നടത്താനുണ്ട്. അതിന് എൻ.സി.പി. കൂടെ കൂട്ടിയേ മതിയാകൂ എന്നൊരു നീക്കമാണ് ഇപ്പോൾ ബി.ജെ.പി. നടത്തിക്കൊണ്ടിരിക്കുന്നത്.